ഗുഡ് മോർണിംഗ്. വീണ്ടും നമ്മളൊരു എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് തന്നെ വരും എന്നല്ല പറയുന്നത്. നിങ്ങൾ കൂടുതലായിട്ട് ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അതായത് ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂസ് മാറിയാൽ പോലും ചില പിള്ളേർക്ക് കൺഫ്യൂഷനാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷേ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇതിങ്ങനെ ചെയ്യാനുള്ളതാണല്ലോ എന്ന് മനസ്സിലാകും ഈ ക്വസ്റ്റ്യനിൽ നിന്ന്. അതാണ് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട്, അതായത് നമ്മുടെ ഈ എക്സാം ഓറിയൻറ്റഡ് ഈ സീരീസ് നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരും, ഇത് നമ്മൾ അന്ന് ചെയ്തതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Paddy is filled in a cylindrical shaped vessel. Then it has the following shape. How many liters of paddy does it contain? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള വെസലിൽ നമ്മൾ പാഡി നിറച്ചിരിക്കുന്നു, നെല്ല് നിറച്ചിരിക്കുന്നു. അത് നിറച്ചു കഴിഞ്ഞപ്പോൾ ഈ ഷേപ്പായി. ഇതിൻ്റെ വോളിയം എത്രയാണ്? എത്ര ലിറ്റർ പാഡി ഇതിനകത്ത് കൊള്ളും? എത്ര ലിറ്റർ കൊള്ളും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. അതിൻ്റെ ചോദിക്കുന്നത് എന്താണ്? വോളിയമാണ് ചോദിക്കുന്നത്. എത്ര അളവ് കൊള്ളും, ഹൗ മെനി ലിറ്റേഴ്സ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഇസ് കപ്പാസിറ്റി, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വോളിയം കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഞാൻ ഇതിപ്പം ഇവിടെ രണ്ട് ഫിഗേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒരു സിലിണ്ടറും ഉണ്ട്, ഒരു കോണും ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ അതിൻ്റെ ഫോമിൽ എഴുതിയിട്ടുണ്ട്. വോളിയം ഓഫ് സിലിണ്ടർ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് ആൻഡ് വോളിയം ഓഫ് കോൺ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർഡ് 1/3 പൈ ആർ സ്ക്വയർഡ് എച്ച്. ഓക്കെ, ഇനി ആദ്യം നമ്മൾ സിലിണ്ടറിന്റെ ഭാഗം എടുക്കാൻ പോകുന്നത് സിലിണ്ടർ. ഓക്കെ, സിലിണ്ടറിന്റെ എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്കറിയാം. ഇവിടെ നോക്കിയേ, സിലിണ്ടറിന്റെ ഇതെന്താ തന്നിരിക്കുന്നത്? ഇത് ഡയമീറ്റർ ആണ്. ഡി ഇസ് ഈക്വൽ ടു എത്രയാണ്? 3 മീറ്റർ. നമുക്ക് ഡി അല്ല ഇവിടെ വേണ്ട, നമ്മുടെ ഫോമിലേക്ക് ആണ് വേണ്ടത്. നമുക്കറിയാം ആർ എന്ന് പറഞ്ഞാൽ ഡിയുടെ പകുതി 3/2 ഇസ് ഈക്വൽ ടു 1.5 മീറ്റർ. ഹൈറ്റ് നേരിട്ട് ഇവിടെ തന്നിട്ടുണ്ട് 6 മീറ്റർ. നമ്മൾ നേരിട്ട് വോളിയം ഫോമിലേക്ക് പോവാണ്. പൈ ആർ സ്ക്വയർഡ് എച്ച് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ എത്രയാണ്? 1.5 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് ഇസ് ഈക്വൽ ടു 6, ദാറ്റ് ഈസ് പൈ ഇൻറ്റു 15. ഇത് 15ന്റെ സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 15 ആണ് ഇത്. 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225. നമ്മളിവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? ഒരു സ്ഥാനം. അപ്പൊ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര സ്ഥാനം മാറണം? 2 സ്ഥാനം. എങ്ങോട്ട് മാറണം? ലെഫ്റ്റ്. 2.25 ഇൻറ്റു 6. ഇതെല്ലാം കൂടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് അറിയാമോ? 13.5 മീറ്റർ ക്യൂബ് എന്ന് ആൻസർ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യാം. പൈ അവിടെ കിട്ടാക്കിട്ട് നമുക്ക് ലാസ്റ്റ് ഇക്വേറ്റ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ ആരുടെ നോക്കാൻ പോകുന്നത്? കോണിന്റെയാണ്. കോണിന്റെ ഫോർമുല 1/3 പൈ ആർ സ്ക്വയർഡ് എച്ച്. റേഡിയസ് സെയിം തന്നെയായിരിക്കും. കാരണം എന്താണ്? ഇത് സെയിം ബേസിൽ തന്നെയാണ്, സിലിണ്ടറിന്റെ ഇത് തന്നെയാണ് കോണിനും വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡയമീറ്റർ 3, അപ്പൊ റേഡിയസ് എത്രയായിരിക്കും വരുന്നത്? അതിന്റെ പകുതി എത്രയാ? ആർ ഇസ് ഈക്വൽ ടു 1.5 മീറ്റർ. അതിന് പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് എച്ച് വേണം. ഇവിടെ നോക്കിയേ, എച്ച് ഇതാണല്ലോ എച്ച്. ഇവിടെ നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കും? നമ്മുടെ പൈതഗോറസ് തിയറം പിന്നെ അവിടെ വന്നു. നോക്കിയത് 2.5 ഈ ഡിസ്റ്റൻസ് ഉണ്ട്. എച്ച് കണ്ടുപിടിക്കുന്നത് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. കേട്ടോ, എപ്പോഴും ഞാൻ പറയണം പൈതഗോറസ് തിയറത്തിന്റെ കാര്യം. വേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം. നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ആ എപ്പിസോഡിൽ പോയി നോക്കുക. ഓക്കെ, എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2.5 the whole square minus 1.5 the whole square is equal to എത്രയാണ്? 25ന്റെ സ്ക്വയർ 625. എത്ര സ്ഥാനം മാറ്റണം? ഇത് ഞാൻ പറഞ്ഞ പോലെ 2 സ്ഥാനം മാറ്റി. മൈനസ് 15ന്റെ സ്ക്വയർ ടു 25, 2 സ്ഥാനം മാറ്റി. ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 4 കിട്ടും അല്ലേ? അതായത് 4.00 എന്ന് വരും. അതായത് 4 ഇസ് ഈക്വൽ ടു 2. നമുക്ക് എച്ച് എത്ര കിട്ടി? 2. നമ്മൾ ഇതിവിടെ ഇക്വേറ്റ് ചെയ്യണം. നമ്മുടെ ഫോർമുല വോളിയം ഇസ് ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർഡ് എച്ച് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ എത്രയാണ്? 1.5 ദ ഹോൾ സ്ക്വയർഡ് ഇൻറ്റു എച്ച് എത്രയാണ്? 2 ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു 15ന്റെ സ്ക്വയർ 225. 2.5 ഇൻറ്റു 2. നമ്മൾ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ എന്നറിയാവോ? 1.5 മീറ്റർ ക്യൂബ് എന്നായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്. ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുക. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.5 പൈ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതാണോ കണ്ടുപിടിക്കേണ്ടത്? അല്ലല്ലോ, നമുക്ക് ടോട്ടലാണ് വേണ്ടത്. ടോട്ടൽ കണ്ടുപിടിക്കാൻ പോണം. ടോട്ടൽ വോളിയം
ടോട്ടൽ വോളിയം ഇസ് ഈക്വൽ ടു എത്ര വരും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം അല്ലേ? സിലിണ്ടറിന്റെ വോളിയം, കോണിന്റെ വോളിയം. 13.5 പൈ പ്ലസ് 1.5 പൈ ഇസ് ഈക്വൽ ടു എത്ര വരും? 15.5 അല്ലെ? 15.05 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 47. അതായത് നമ്മൾ പൈയുടെ വില ഇട്ടിട്ട് ചെയ്യുവാണേ. 15 ഇൻറ്റു 3.1 ഇസ് ഈക്വൽ ടു 47.1 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. നമുക്ക് ഇതിലല്ല വേണ്ടത്, യൂണിറ്റ് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്, ലിറ്ററാണ്. ഇത്ര എഴുതി വെച്ചിട്ട് എനിക്ക് ഫുൾ മാർക്ക് തന്നില്ലെന്ന് പറയരുത്, കാരണം ലിറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്. ലിറ്ററിലാക്കണമെങ്കിൽ ഇൻറ്റു 1000 കൊണ്ടൊക്കെ ഇൻറ്റു ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. എങ്ങനെയാ? അത്രയും സ്ഥാനം നമ്മൾ റൈറ്റ് സൈഡിലോട്ട് 0 ഇട്ട് കൊടുക്കുകയാണ്. പക്ഷെ പോയിന്റ് ഉണ്ടെങ്കിൽ ആ സ്ഥാനം മാറ്റണം. അപ്പം ഒരു സ്ഥാനം മാറി. അപ്പോൾ 471 ആയി. ഇനി 3 പൂജ്യങ്ങളുണ്ട്, 3 സ്ഥാനം മാറേണ്ട, ഒരു സ്ഥാനം മാറിയിട്ടുള്ളൂ. അപ്പോൾ ഇനി സ്ഥാനം മാറാനില്ലെങ്കിൽ 0 ഇട്ട് കൊടുക്കുക. അത്രയും ലിറ്റേഴ്സ്, ഇത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇത്രയും ലിറ്റേഴ്സ് പാടിയായിരിക്കും ഇതിനകത്ത് കൊള്ളുന്നത്. സിമ്പിളാണ്, കാണുമ്പോൾ ഓർക്കും ഭയങ്കര പാടായിരിക്കും. ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ളതാണ്. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ 2 പ്രാവശ്യം ഈ വീഡിയോ ഒന്ന് 2 പ്രാവശ്യം കണ്ടു നോക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾ തന്നെ ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഈ ഫോർമുലാസ്, ഒത്തിരി ഫോർമുലാസ് ഉണ്ടല്ലോ. ഞാൻ ഫോർമുലാസ് മാത്രമുള്ള ഒരു സെക്ഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പലയിടത്തും തപ്പാതെ ഒരിടത്തുനിന്ന് തന്നെ ആ ഫോർമുല എങ്ങനെ വന്നു, അതെങ്ങനെ നിങ്ങളുടെ മനസ്സിൽ, അത് ഒരു ഫോർമുലയിൽ നിന്ന് മറ്റു ഫോർമുല എങ്ങനെ ഡിറൈവ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുക എന്നുള്ളത് ഞാൻ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണേ. താങ്ക്